ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് ഫോർസ ഹൊറൈസൺ 4 ആണ് ഗൈസ്. പുതിയൊരു ഗെയിമല്ല, കുറേ നാളായി ഗൈസ് ഈ ഒരു ഗെയിം ഇറക്കിയിട്ട്. ഗൈസ്, അതായത് നമ്മുടെ ഈ ഗെയിമിന് ചെറിയ ഗ്രാഫിക്സിന് കുറച്ച് കുറവുണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം നമ്മളെ ഒരു പി സിയിൽ ഇത്രയും ഗ്രാഫിക്സൊക്കെ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെ കഷ്ടിച്ചാണ് റെക്കോർഡ് ചെയ്യുന്നത് ഗൈസ്. നമ്മൾ ഇന്ന് പണിയുന്നത് ഒരു ഫോർഡിൻ്റെ ഒരു അംബാസഡർ ആയിരുന്നു ഗൈസ്. അത് ഫുള്ള് നമ്മൾ പണിത് സെറ്റാക്കി വെച്ചേക്കാണ്. കണ്ടോ, പവർ ഉണ്ട് ഗൈസ്, സീനാണ്. നമുക്ക് ഇതൊന്ന് ഓടിച്ച് നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ ഗ്രില്ലും കാര്യങ്ങളൊക്കെ കയറ്റി നല്ല സെറ്റപ്പ് ആക്കി വെച്ചേക്കാം വണ്ടി. പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വണ്ടിയിൽ അകത്ത് കുറേ പണി ചെയ്ത് നമ്മൾ എൻജിനൊക്കെ കുറേ എൻജിൻ്റെ ഇതും ടെർബോയും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടി ഇന്നൊന്ന് ഓടിച്ചൊന്ന് പറപ്പിച്ച് നോക്കാം ഗൈസ്. മാക്സിമം ഞാൻ നല്ലപോലെ ചെയ്യാൻ നോക്കാം ഗൈസ് വീഡിയോ. പിന്നെ ഈ ഒരു ഗെയിമിന് ഇങ്ങനെ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. ചെറിയൊരു റഫ്നെസ് പോലൊക്കെ തോന്നും ഗൈസ്, കാരണം ആ ഒരു റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണ്. ഒരു അത്രയും എന്താ പറയുന്നത്, അത്രയും ഗൈസ് റെക്കോർഡ് ചെയ്യാനുള്ളൊരു സംഭവം എൻ്റെ ലാബ് അത്ര കുറഞ്ഞതുകൊണ്ടാണ് റെക്കോർഡിങ്ങിനിടയ്ക്ക് ലാഗൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നല്ല സെറ്റായിട്ട് റെക്കോർഡൊക്കെ ആകും ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെയായിട്ടല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോരോ ഗെയിംസ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, നോക്കാം ഗൈസ്. ചെറിയൊരു പനിയുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി സീനായിട്ടോ, പറക്കും വണ്ടി ഗൈസ്. നമ്മൾ അംബാസഡർ ഫുള്ള് പണിത് സെറ്റപ്പ് ആക്കി വെച്ചേക്കുക. നമ്മൾ ചെറിയൊരു സ്പോയിലർ പുറകെ വെച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ രണ്ട് ലൈറ്റിൻ്റെ ഇടയ്ക്ക് കറുപ്പുണ്ട് ഗൈസ്, അതാണ് നമ്മുടെ സ്പോയിലർ അംബാസഡറിനൊക്കെ. ഇത് വെച്ചാലേ ഗൈസ് ഒരു വൃത്തിയുള്ളൂ, ബാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറും പദമാണ്. നമുക്ക് സ്പോയിലർ അങ്ങനെ എടുത്ത് നിൽക്കത്തും കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് അങ്ങനെ എടുത്ത് നിന്നിട്ട് കാര്യമൊന്നും ഇല്ല ഗൈസ്. പിന്നെ നമ്മളെ എൻജിന് അകം കാണിച്ചു തരാം ഗൈസ്. ഇത് ഇങ്ങനെയൊക്കെയാണ് അകം, സൈഡൊന്നും കാണാൻ പറ്റില്ല, അകം ഇങ്ങനെ കാണാൻ പറ്റില്ല. സ്പീഡോമീറ്ററും ഒരു സ്റ്റിയറിങ്ങും ഒക്കെ കാണുമ്പോഴേ അറിയാം നല്ല പഴക്കമുള്ള വണ്ടിയാണ് ഗൈസ്. ഇത് ഞാൻ വാങ്ങിച്ചതിനേക്കാൾ ഇരട്ടി പൈസയ്ക്കാണ് ഇത് ഞാൻ പണിതേക്കുന്നത്. 38,000 അത്രയും കണ്ടാണ് ഗൈസ് ഈ ഒരു വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഇത് പണിത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 60 എന്തായാലും ഒരു 60-70 രൂപയോളമായി ഗൈസ്. സീനാക്കി വെച്ചിട്ടുണ്ട്, പൊളിയാണ് ഗൈസ്. ഇങ്ങനത്തെ ഈ ഒരു ഗെയിമിൽ എത്രയും കിടിലം വണ്ടിയൊക്കെ ഉണ്ട്. എല്ലാം എടുക്കുക, പണിത് നോക്കുക ഗൈസ്. ആദ്യമേ എൻ്റെ വണ്ടിയുടെ പെയിൻറ്റിന് നല്ല ഗ്ലോസി ആയിരുന്നു, അതായത് നല്ല രസമായിരുന്നു ഗൈസ് പെയിൻറ്റൊക്കെ കാണാൻ. ഇപ്പം നമ്മുടെ വണ്ടിയുടെ പെയിൻറ്റ് ചെറിയൊരു ഇതായിട്ടുണ്ട്, റഫ്നെസ് പോലെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു സംഭവം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഗൈസ്. നമ്മളെ വണ്ടിയുടെ പെയിൻറ്റിന് ചെറിയൊരു ഇത് വരും, അത് നമുക്കറിയാൻ പറ്റും ഗൈസ്. ആ ഒരു മഞ്ഞിൻ്റെ സംഭവമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല ഗൈസ്. ഇവിടെയാണ് ഒരുമാതിരി യൂട്യൂബേഴ്സൊക്കെ കൊണ്ടിട്ട് വണ്ടി തെറിപ്പിക്കുന്നത് ഗൈസ്. നമുക്കും നോക്കാം. ഒരുമാതിരി യൂട്യൂബേഴ്സൊന്നുമല്ല, ഞാൻ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കണ്ടപ്പം അവൻ ഇവിടെ ഗെയിമിനകത്ത് ഈ സ്ഥലത്ത് കൊണ്ടിട്ടാണ് എല്ലാ വണ്ടി മാക്സിമം സ്പീഡ് കയറ്റാൻ നോക്കി, ഇടിപ്പിക്കാതെ കൊണ്ടുപോകുന്നതൊക്കെ. നമുക്ക് എന്തായാലും ഇടിപ്പിക്കാതെ മാക്സിമം സ്പീഡ് കയറ്റാനൊക്കെ നോക്കാം ഗൈസ്. ഇത് നമ്മുടെ ആക്സിലറേഷൻ കുറച്ച് കുറവാണ് ഗൈസ്. അതുകൊണ്ട് ഒറ്റയടിക്ക് വേഗം കയറി വരുത്തുന്നില്ല ഗൈസ്. പക്ഷെ കയറുമ്പോൾ സെറ്റായിട്ട് കയറും, ഒരു 200 കയറുന്നത് ഗൈസ്. ഇത് പണിതില്ലായിരുന്നു, ഇതിൻ്റെ പകുതി സ്പീഡേ കയറത്തുള്ളായിരുന്നു. ഇപ്പോൾ നമ്മൾ സെറ്റായിട്ട് പണിത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഓരോരോ വണ്ടി നമ്മൾ ഇനി ഇതുപോലെ പണിത് ഇറക്കി സുന്ദര കുട്ടപ്പനാക്കി വരുന്നതായിരിക്കും ഗൈസ്. അതെല്ലാം കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. ഒന്നും ഇല്ലെങ്കിലും എല്ലാ വണ്ടി ഓടിക്കുന്ന കുറച്ച് കഷ്ടപ്പാടല്ലേ. അപ്പം നമ്മുടെ റെക്കോർഡിങ് അത്ര ശരിയല്ല. ഇത് നമുക്ക് നോക്കാം ഇനി റെക്കോർഡ് ചെയ്യാൻ ഗൈസ്. ഓടിക്കുന്ന ഒഴിച്ച് ബാക്കി പണിയുന്ന എല്ലാ വണ്ടിയും കമ്പനിയുടെ ഇതിൽ നിന്ന് മാറ്റി ഇച്ചിരി പണിതെടുക്കുന്ന വീഡിയോ എല്ലാം ഞാൻ കാണിക്കുന്നതായിരിക്കും ഗൈസ്. അതൊക്കെ എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഇതിന് ഒരു 217 വരെ കണ്ട് സ്പീഡ് നിൽക്കുക, അത്ര നിൽക്കത്തുള്ളൂ ഗൈസ്. അതിൽ കൂടുതലൊന്നും കയറില്ല.
വണ്ടി ഇച്ചിരി ഡാർക്കാണ് ഗൈസ്, എന്താ ചെയ്യുക, ഡാർക്കൊക്കെയാണ് ഗൈസ്. ഓക്കെ, നമുക്കിതുവഴി അങ്ങോട്ട് കയറ്റാം. ഓക്കെ ഗൈസ്, ഇങ്ങനെ കയറ്റാം. ഓക്കെ, അത് സെറ്റപ്പായിരുന്നില്ലേ ഗൈസ്. ഇതിൻ്റെ വീല് കാണുമ്പോഴൊരു രസം, വീല് കാണാനൊരു സുഖമുള്ള ഗൈസ്. ഓക്കെ, ഓക്കെ ഗൈസ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെയല്ല ഗൈസ് ശരിക്കും അവസാനം, അത് വേറെ സംഭവം. അതിങ്ങനെ പോകുന്നതിന് ഇടയ്ക്ക് തിരിച്ചു വരും, പക്ഷെ അത് ഇടയ്ക്കൊക്കെ തിരിഞ്ഞു വരും. എനിക്ക് ഇടയ്ക്കൊന്നും തിരിഞ്ഞു വരില്ല ഗൈസ്. ചെറുതായിട്ട് ആ വണ്ടി ഒന്ന് ഇടിച്ചു, അത് സാരമില്ല ഇല്ലേ, സാരമില്ല ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോവാം. മഞ്ഞക്ക് പിടിച്ചേനെ, മഞ്ഞൊക്കെയാണ്, സെറ്റാണ് ഗൈസ്. മഞ്ഞ് കയറി സീനായി ഗൈസ്. ആ മഞ്ഞൊക്കെ പോകുന്നതുണ്ടോ, സെറ്റാ ഗൈസ്. ഈ ഒരു ഗെയിം കളിക്കാൻ അടിപൊളിയാണ്. ഇതേ നമ്മളെ പെയിൻറ്റ് ഒക്കെ കണ്ട, വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഫ്രണ്ടിൽ കണ്ട ചെറിയൊരു ഇതുപോലില്ലേ ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ഒരു ഗെയിം കളിക്കാൻ ഭയങ്കര രസമാണ്. ഭയങ്കര രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. വണ്ടിയുടെ ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയ ഗെയിം തന്നെയാണ് ഗൈസ്. എൻ്റെ അംബാസിഡർ പോയെന്നാണ് തോന്നുന്നു ഗൈസ്. നമ്മുടെ വണ്ടിയുടെ മണ്ടയ്ക്ക് ചളങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് കറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഗൈസ്. ഇനി സീന ഗൈസ്. ഇങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെയാണ് ഇനിയുള്ളത്. ഓക്കേ ഗൈസ്, ഇതുപോലത്തെ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും ഗൈസ്. ഓക്കെ, എന്തായാലും ഇന്നത്തെ നമ്മുടെ അംബാസിഡറിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ് ഗൈസ്. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. ഓരോ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിലും ഇനി തൊട്ട് ഞാൻ ചെയ്യും 4ൻ്റെ. ഓക്കെ, ബായ്.